ബംഗാൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ വലിയ ഒരു മാറ്റം ബി ജെ പിക്കൊരു അങ്ങനെ ഒരു വിക്ടറിയാണ് നൽകിയിരിക്കുന്നത്. അതായത് 3-2 200-ൽ പരം സീറ്റുകളാണ് ബി ജെ പി നേടിയത്. നമ്മളിന്നലെ പറഞ്ഞിരുന്നു ബി ജെ പിയുടെ പിന്തുണ എന്ന് പറയുന്നത് OBC SC ST ആ ഒരു വിഭാഗത്തിൽ നിന്നാണ് ബി ജെ പിക്ക് കൂടുതൽ പിന്തുണ. ഭദ്രാലോകം കൂടെ പിന്തുണച്ചാൽ മാത്രമേ ഇങ്ങനൊരു മുന്നേറ്റം സാധ്യമാകൂ എന്ന്. യഥാർത്ഥത്തിൽ അതും സംഭവിച്ചിരിക്കുകയാണ്. മാത്രമല്ല ഒരു ഹിന്ദുത്വത്തിൻ്റെ ഒരു വിജയം തന്നെയാണ് ബംഗാളിൽ സംഭവിച്ചത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹിന്ദുത്വത്തിൻ്റെ ബാസ്റ്റ്യൻ എന്നുള്ള പേര് ഗുജറാത്തിന് നഷ്ടമായി ബംഗാളിൽ കൈവന്നിരിക്കുന്നു. അതെ, ബംഗാളിന് ലഭിക്കുന്ന അവസ്ഥയാണ്. അത് ബംഗാളിനെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പേരുടെ കാര്യം പറയേണ്ടി വരും. കാര്യം വന്ദേമാതരത്തിൻ്റെ ഒരു ഇറ്റില്ലമാണ് ബംഗാൾ. സ്വാമി വിവേകാനന്ദൻ, ശ്രീരാമകൃഷ്ണ പരമഹംസൻ, ഈ സ്വാമി വിവേകാനന്ദൻ്റെ ഹിന്ദു സംഘടന എന്നുള്ള കാഴ്ചപ്പാടിൽ നിന്നാണ് RSSൻ്റെ ഉദയം. അദ്ദേഹത്തിൻ്റെ ഹിന്ദു സംഘടന എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നിന്നാണ് RSSൻ്റെ ഉദയത്തിലേക്ക് വഴിതെളിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അതുപോലെ തന്നെ RSS സ്ഥാപകനായ ഡോക്ടർ ജി കൊൽക്കത്തയിൽ പഠിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് അതെ. ഒപ്പം തന്നെ അനുശീലൻ സമിതി, അന്നത്തെ ബംഗാളിലെ ചരിത്രപ്രസിദ്ധമായ വിപ്ലവ പ്രസ്ഥാനത്തിൽ അംഗമായി കോഗൻ എന്നുള്ള പേരായിരുന്നു അത് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രഹസ്യ പേര് കോഗൻ എന്നായിരുന്നു. അപ്പോൾ അനുശീലൻ സമിതിയായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് സാമൂഹ്യ പ്രവർത്തന രംഗത്തേക്ക് ഡോക്ടർ ജി വരുന്നത്. പിന്നെ നമുക്കറിയാം ബാക്കി ചരിത്രമാണ്, കഴിഞ്ഞ 100 വർഷത്തെ ചരിത്രമാണ്. അപ്പോൾ കാലങ്ങളായിട്ട് കാത്തിരുന്ന ഒരു അവസരമാണ്, അല്ലെങ്കിൽ ഒരു കാത്തിരുന്നതാണ് നമ്മൾക്കിപ്പോൾ നേടിയെടുക്കാൻ കഴിഞ്ഞത്. സമാനമായൊരു വിജയം. അതെ, തീർച്ചയായിട്ടും. കാര്യം ബംഗാൾ എന്ന് പറയുന്നത് ഇൻ്റലക്ച്വൽസിൻ്റെ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അത്രത്തോളം പിന്തുണ നൽകിയ, അതായത് ഒരുമാതിരി വിപ്ലവ പ്രസ്ഥാനങ്ങളെല്ലാം ആരംഭിച്ചത് ബംഗാളിലായിരുന്നു. പിന്നെ പൂനെയാണ്. അപ്പോൾ ഈ ഒരു ബംഗാളിന് ഒരു സാംസ്കാരികമായ പ്രാധാന്യം, ആ സാംസ്കാരികമായ പ്രാധാന്യം കൂട്ടുമെന്നുള്ള ഇതിൽ തന്നെയാണ് ബി ജെ പിയും ബംഗാളിൻ്റെ സാംസ്കാരികതയെ വീണ്ടെടുക്കുക എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ ലക്ഷ്യവും. അപ്പോൾ ഇതെല്ലാം സാധ്യമായിരിക്കുകയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. എന്നാലും ബംഗാളിൽ ഇപ്പോൾ റിസൾട്ട് വന്നു. ബംഗാളിൽ പൊതുവെ സംഭവിച്ചത്, ബംഗാളിൽ എങ്ങനെയാണ് ബി ജെ പി ജയിച്ചത്, അല്ലെ ബി ജെ പിയുടെ വിജയം എത്രത്തോളം ആധികാരികമാണ് എന്നുള്ളത് എന്താണ് പറയാൻ കഴിയും? കഠിനാധ്വാനത്തിൻ്റെ വിജയം എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ തവണ ഒരുപാട് പാളിച്ചകൾ ബി ജെ പിക്ക് നേരിടേണ്ടി വന്നു. പ്രത്യേകിച്ച് മമതാ ബാനർജി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതെന്തായാലും ബംഗാളിലൊരു ഫാക്ടറാണ്. തീർച്ചയായിട്ടും മമതയെ കാര്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സിംപ്ലിഫൈ ചെയ്തു, അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണ്ടില്ല. അപ്പോൾ അതിൻ്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് കഴിഞ്ഞ തവണ അവസാന നിമിഷം കാലിടറി പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നത്. പക്ഷേ ഒരു മാസം മുമ്പ് വരെ നല്ല ഫൈറ്റ് കൊടുത്തിരുന്നു. പക്ഷേ ഇത്തവണ മമതാ ബാനർജിക്ക് മുമ്പിൽ കഴിഞ്ഞ തവണ എന്താണോ തോൽക്കാനുണ്ടായ ഫാക്ടേഴ്സ്, അതിനെല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ബി ജെ പി നടത്തിയത്. ഒന്നാമത് ഈ ബംഗാളി സ്വത്വവാദം അല്ലെങ്കിൽ ഈ പ്രാദേശികവാദം, അത് മമതയുടെ ഇത്തവണ ഒരു കാരണവശാലും ഏറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇത് ഏറ്റവും കൂടുതൽ ഏൽക്കേണ്ടിയിരുന്ന മേഖല പ്രസിഡൻസി റീജിയനാണ്. അതായത് കൽക്കത്ത, ഹൗറ, ഹുഗ്ലി, നോർത്ത് 24 പർഗന, സൗത്ത് 24, അതാണ് മമതയുടെ കോട്ട. അവിടെ വമ്പൻ മുന്നേറ്റമാണ് ബി ജെ പി ഇത്തവണ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് ആകെയുള്ള 111 സീറ്റാണ് ആ മേഖലയുള്ളത്. അവിടെ 55 സീറ്റിലും ബി ജെ പി വിജയിച്ചു എന്നുള്ളതാണ്. ഒരാളും അത് പ്രെഡിക്റ്റ് ചെയ്തില്ല. മുന്നേറ്റം ഉണ്ടാക്കും. ഇപ്പോൾ നോർത്ത് ബംഗാൾ ബി ജെ പി തൂത്തുവാരും, ജംഗിൾ മഹൽ ബി ജെ പി വലിയ മുന്നേറ്റം ഉണ്ടാക്കും. പക്ഷേ ഈ പ്രസിഡൻസി മേഖലയിൽ ഏറി വന്ന ഒരു 40 സീറ്റ്, അതൊക്കെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. 55 സീറ്റാണ് നേടിയത്. 90-ലധികം സീറ്റുകളുണ്ടായിരുന്ന മമതാ ബാനർജിയുടെ TMC വെറും 51 സീറ്റിലേക്ക് ഒതുങ്ങി. അതായത് ഈ ഭദ്രലോക് എന്ന് പറയുന്ന ഈ ബംഗാളി സ്വത്വം കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിഭാഗം അവരാണ്. ഇപ്പോൾ നോർത്ത് ബംഗാളിലൊന്നും ആ രീതിയിലുള്ള ഒരു ഐഡൻറ്റിറ്റി ഇല്ല. ഈ ചാറ്റർജി, ബാനർജി, മുഖർജി, ഘോഷ്, ഇങ്ങനെയൊക്കെയുള്ള വിഭാഗക്കാർക്കിടയിൽ ആ ഒരു പ്രദേശത്ത് ബി ജെ പിക്ക് എത്രത്തോളം കയറി വരാൻ പറ്റും എന്നുള്ളതൊരു ചോദ്യമായിരുന്നു. കഴിഞ്ഞ തവണ മമത അവർക്കിടയിലാണ് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. പക്ഷേ ഇത്തവണ ആ മേഖലയിൽ വലിയ മാറ്റം കൊണ്ടുവന്നു എന്നുള്ളതാണ്. അതായത് ബംഗാൾ പൂർണ്ണമായും ഒരു പാൻ ബംഗാൾ പാർട്ടിയായിട്ട് ബി ജെ പി മാറിയിരിക്കുന്നു. ഈ വിജയം എന്ന് പറയുന്നത് ഒരു മേഖലയുടെ വിജയമല്ല. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ജംഗിൾ മഹലിൽ അവിടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ബാങ്കുറ, പുരുളിയ, ജാർഗ്രാം, നരേന്ദ്രമോദിയുടെ ജാർഗ്രാമിലെ ജാൽമുറി കഴിച്ചത് അത് വലിയൊരു നെഗറ്റീവായിട്ട് മാറി. പിന്നെ അത് കൂടാതെ തന്നെ ഈ മമത കൊണ്ടുവന്ന കുറേ വാദങ്ങളുണ്ടായിരുന്നു. ഒന്ന് BJP ഔട്ട്സൈഡേഴ്സാണ്. കഴിഞ്ഞ തവണ അതാണ് കൊണ്ടുവന്നത്. കഴിഞ്ഞ അത് കുറച്ചൊക്കെ എഫക്റ്റീവായി, ഔട്ട്സൈഡ് അറ്റാക്ക്. പക്ഷേ അതിന് BJP നല്ല രീതിയിൽ മറികടന്നു എന്നുള്ളതാണ്. അതിൽ സമീക് ഭട്ടാചാര്യ എന്ന് പറയുന്ന സംസ്ഥാന അധ്യക്ഷന് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് മീൻ കഴിക്കാത്തവരാണ്, അല്ല BJP വന്നാൽ മീൻ നിരോധിക്കും എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ എങ്ങനെ മറികടക്കാൻ സാധിക്കും, ആ രീതിയിലുള്ള ഒരുപാട് പദ്ധതികളും പ്രവർത്തനങ്ങളും നടത്തി എന്നുള്ളതാണ്. പിന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ്, ഈ രണ്ടാം ഘട്ടത്തിന് തൊട്ട് മുമ്പ് കാലിബാരി ക്ഷേത്രത്തിൽ പോയി
അദ്ദേഹം പ്രാർത്ഥന നടത്തി. അവിടെ എന്ന് പറഞ്ഞാൽ ഈ മാംസവും മീനൊക്കെയാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. അപ്പം ആ രീതിയിൽ എല്ലാ മമതയുടെ നെഗറ്റീവുകളും BJP പൊളിച്ചു എന്നുള്ളതാണ്. അമിത്ഷായാണ് ശരിക്കും മാൻ ഓഫ് ദി മാച്ച്. കാരണം ധൈര്യം കൊടുത്തത് ആളുകളെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ. അതായത് BJP കഴിഞ്ഞ തവണയും വിജയിക്കേണ്ടതായിരുന്നു. പക്ഷേ മമതയുടെ ആളുകൾ ഗുണ്ടായുസം കളിച്ച് അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ എല്ലാ സ്ഥലത്തും അവർ പരമാവധി അവരുടെ ആളുകളേക്ക് എത്തിച്ച് അവർ കാഡർ സിസ്റ്റം പോലെ വോട്ടുകൾ നേടി. പക്ഷേ എതിരാളികൾ പ്രത്യേകിച്ച് BJPക്ക് പോകേണ്ട വോട്ടുകൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പൊട്ടൻഷ്യൽ വോട്ടേഴ്സിനെ ഭയപ്പെടുത്തി അവരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാതെ നിർത്തി. അതാണ് അവരുടെ ഒരു മെയിൻ ടാക്ടിക്സ്. ഇത്തവണ അമിത്ഷാ അവിടെ ക്യാമ്പ് ചെയ്ത് കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് അദ്ദേഹം ഏതാണ്ട് ഫുൾ ടൈം ബംഗാളിലാണ് ഉണ്ടായിരുന്നത്. രാത്രി ഒരുപാട് സമ്മേളനങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തു, റോഡ് ഷോകളിൽ പങ്കെടുത്തു. അതുമാത്രമല്ല മമത എന്തൊക്കെ പറയുന്നുണ്ടോ അതിന് അതേ രീതിയിൽ നല്ല മറുപടി അവസാനം ആദ്യമൊന്നും കൊടുത്തില്ല. മമതയുടെ ഒരു ഇതിലും വീണിട്ടില്ല. മമതയ്ക്ക് ഒരു ഇരവാദം കിട്ടണ്ട എന്നുള്ള രീതിയിൽ തന്നെയാണ് BJP കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. പക്ഷെ അവസാനം ഈ സെൻട്രൽ ഫോഴ്സസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, 2 മാസം ഇനിയും ഉണ്ടാവും ഇവിടെ എന്ന് പറഞ്ഞത്. അത് അഭിഷേക് ബാനർജി എന്ന് പറയുന്ന മമതയുടെ മരുമകനായ ഗുണ്ട, ആ ഗുണ്ടയുടെ ഒരു ഭീഷണിയും വില പോയില്ല എന്നുള്ളതാണ് BJPക്ക്. അല്ല, അയാൾ പറഞ്ഞല്ലോ ഈ ഇതിൻ്റെ ഒന്നും കഴിഞ്ഞോട്ടെ എന്നുള്ള രീതിയിലാണല്ലോ അവരൊക്കെ സംസാരിച്ചത്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ കഴിഞ്ഞ യഥാർത്ഥത്തിൽ 2019 തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ലോക്സഭാ സീറ്റുകൾ, അതിനുശേഷം BJPക്കെതിരെ നടന്ന ആ ഒരു അത്രയും ആക്രമണങ്ങൾ, പിന്നെ പാർട്ടിക്കാരെ കെട്ടിത്തൂക്കുക, അവരുടെ കുടുംബങ്ങളെ ആക്രമിക്കുക, ഇത് TMC ഗുണ്ടകളെ എത്ര ഭീകരമായിട്ടാണ് കൈകാര്യം. 50-ലധികം ആളാണ് അതെ കൊല്ലപ്പെട്ടത്. അപ്പോൾ യഥാർത്ഥത്തിൽ അത് ടാക്കിൾ ചെയ്യാൻ അന്ന് BJPക്ക് പറ്റിയിരുന്നെങ്കിൽ 21-ൽ BJP ജയിച്ചത് തീർച്ചയായും. പക്ഷെ അത് കഴിഞ്ഞില്ല. അപ്പോൾ 21-ലെ പാഠം പഠിച്ചുകൊണ്ടാണ് 26-ൽ അമിത്ഷാ തന്നെ നേരിട്ടിറങ്ങി കേന്ദ്രസേന ഇറക്കി. മാത്രമല്ല ഇതിൽ SIRന്റെ ഇമ്പാക്റ്റ് ഉണ്ട്. അതെ, ആർക്കും കുറ്റം പറയാനൊന്നും കഴിയില്ല. കാര്യം കോൺഗ്രസും CPM-ഉം ഒക്കെ ഇപ്രാവശ്യം ഓരോരോ സീറ്റൊക്കെ ജയിക്കുന്നതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ഒറ്റ കാരണമാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലൊന്നും മാൽഡ, മുർഷിദാബാദ് റീജിയനിലൊന്നും നടക്കില്ല. അതെ, TMC ജയിക്കുള്ളൂ. കാര്യം CPM-ന്റെ വോട്ടർമാരെ അങ്ങോട്ട് അടുപ്പിക്കില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ കുറേ പ്രശ്നങ്ങൾ പതിയെ TMCക്കെതിരെ അവിടെ നടക്കുന്നുണ്ട്. സ്വാഭാവികമാണ് അത്. നമുക്ക് ഓർമ്മയുണ്ട്. കാര്യം ആ സമയത്ത് ബംഗാളിലെ BJP പ്രവർത്തകർക്കെതിരെയുള്ള ആക്രമണത്തെ പറ്റി ഒരക്ഷരം കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിച്ചു ഒന്നുമില്ല, ഒരക്ഷരം. അതേസമയം മമത ഒരു BJP വിരുദ്ധ ഇതായതുകൊണ്ട് മമതയെ പൊക്കി അത് എന്നിട്ട് പലപ്പോഴും ഇവിടുത്തെ കമൻറ്റുകൾ അനുഭവിക്കട്ടെ എന്നൊക്കെയായിരുന്നു ആ സമയത്ത്. BJPക്കാരല്ലേ കൊള്ളട്ടെ എന്നായിരുന്നു. ഇനിയിപ്പോൾ തിരിച്ച് കൊടുക്കുന്ന ഒരു കാലം നമുക്ക് നിഷേധിക്കാനൊന്നും പറ്റില്ല. അതെ, അനുഭവിച്ചവർ അവിടെ തിരിച്ച് ചിന്തിച്ചു. ബംഗാളികളുടെ ഒരു കൾച്ചറും അങ്ങനെയാണ് ആ കാര്യത്തിൽ. അതെ. അപ്പോൾ അത് ഇനിയിപ്പോൾ കരച്ചിലും ബഹളവും ഇപ്പം താമസിയാതെ തുടങ്ങും. ഇങ്ങനെയാണ്, അതെ, ബംഗാളിൽ അത് ജനാധിപത്യം ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ഇതൊന്നും നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യം ഇത്രയും കാലമായിട്ട് ബംഗാളിലെ BJP പ്രവർത്തകരെയും അവിടുത്തെ ഹിന്ദുക്കളെയും ഒക്കെ ആക്രമിച്ചപ്പോൾ മിണ്ടാതിരുന്നവർ, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഏതോ ഒരു ചാനലിലേക്ക് വിളിച്ചിട്ട് ആൾക്കാർ ചോദിച്ചിരുന്നു ഇതെന്താ നിങ്ങൾ കൊടുക്കാത്തത്, കൊടുക്കേണ്ട കാര്യമില്ല എന്നൊക്കെ ഒരു മറുപടി. അതിന് ഓരോ വ്യാഖ്യാനങ്ങളുണ്ട് മലയാള മാധ്യമ പ്രവർത്തകർ. അതെ, ഇതോടുകൂടി ആ മലയാള മാധ്യമ പ്രവർത്തകരുടെ പ്രശ്നം അങ്ങ്. അത് മാത്രമല്ല, അവിടെ റിപ്പോർട്ട് ചെയ്യാൻ പോയ കുറേ മാധ്യമ പ്രവർത്തകരുണ്ടായിരുന്നു. വളരെ ഫേമസ് ആയുള്ള കുറേ ആളുകളുണ്ട്, ജാവേദ് പർവേഷിനൊക്കെ. അവരൊക്കെ പറഞ്ഞിരുന്നത് ഈ SIRന് എതിരെയുള്ള ഒരു മാൻഡേറ്റാണ്. ഈ ഹെവി വോട്ടർ ടേൺ ഔട്ട് SIRനെതിരെയാണ്. ഇപ്പം മൈഗ്രൻ്റ് വർക്കേഴ്സ് ഒരുപാട് ബംഗാളിൽ പോയി വോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മുസ്ലിം വിഭാഗക്കാരായുള്ള മൈഗ്രൻ്റ് വർക്കേഴ്സ് സ്വാഭാവികമായിട്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും, പ്രത്യേകിച്ച് BJP വന്നതിന് ശേഷം എല്ലാ തെരഞ്ഞെടുപ്പിലും അവർ പോയി വോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഹിന്ദു മൈഗ്രൻ്റ് വർക്കേഴ്സ് അവർ കൂടുതലായിട്ടുള്ള ഉത്തരേന്ത്യയിലെ പല സംസ്ഥാനങ്ങളൊക്കെ ജോലി ചെയ്യുന്നത്, മഹാരാഷ്ട്രയിലുണ്ട്, പിന്നെ ഡൽഹിയുടെ പരിസര പ്രദേശങ്ങളിൽ, അവരൊക്കെ ഇത്തവണ കൂട്ടമായിട്ട് നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അത് 2 ഫാക്ടറാണ്. ഒന്ന്, ഈ വോട്ട് നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രചരണം പൊതുവേ TMC കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് BJPക്ക് അനുകൂലമായി വന്നു. ഇവരെന്ത് എല്ലാവരും പോയി വോട്ടും ചെയ്തതെല്ലാം TMCയുടെ മിസ്റൂളിനെതിരെയാണ്. അതെ, അങ്ങനെ ഒരു ഫാക്ടർ ഉണ്ട്. അപ്പം പരമാവധി ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ പറഞ്ഞത് മമതയെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റില്ല, മമത അജയ്യാണ്. പക്ഷെ മമത എങ്ങനെയാണ് ജയിക്കുന്നത് എന്നുള്ളത് ഇവർ അറിഞ്ഞിട്ട് പോലും അത് റിപ്പോർട്ട് ചെയ്യാതെ മൂടി വയ്ക്കായിരുന്നു. അതെ, മിണ്ടിയിട്ടില്ല. ഇന്നലെ മെനഞ്ഞാന്നോ ഏതോ ഒരു പത്രത്തിൽ, എനിക്ക് തോന്നുന്നു മാതൃഭൂമിയാണെന്ന് അറിയില്ല, പത്രത്തിൽ മമതയുടെ കാര്യങ്ങൾ, മമതയുടെ സൈഡ് നിന്നുകൊണ്ടുള്ള എഡിറ്റോറിയൽ വരെ മമതയുടെ, അതായത് ജനാധിപത്യ കേന്ദ്രസേനയെ ഇറക്കി. ഞാൻ പറയുന്നത് അവിടുത്തെ ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ, വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരിക്കൽ, ബൂത്ത് കയ്യേറൽ, ഇതൊന്നും ഇവിടുത്തെ മാധ്യമങ്ങൾക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അതേസമയം കേന്ദ്രസേന ഇറങ്ങി സമാധാനപരമായ വോട്ടെടുപ്പ് കൊണ്ടുവന്നപ്പോൾ അത് ജനാധിപത്യത്തെ അട്ടിമറിക്കാവുന്ന രീതിയിലായിരുന്നു പറഞ്ഞത്. മീഡിയ വണ്ണിലൊരു ചർച്ചയിൽ പറഞ്ഞിരുന്നത് ഇവിടെ കലാപം ഉണ്ടാവാൻ പോവുകയാണെന്ന്. അതായത് മമത അഥവാ തോൽക്കുകയാണെങ്കിൽ ബംഗാളിൽ കലാപം ഉണ്ടാവും. എന്ത് കലാപം?
ഒന്നുമില്ല. മമത 80-100 സീറ്റ് പോലും മമതയ്ക്ക് തേക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. ഇനി അവിടെ പിടിച്ചേക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. മര്യാദയ്ക്ക് ജനാധിപത്യ രീതിയിൽ പ്രവർത്തിക്കുക എന്നല്ലാതെ. പിന്നെ ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൽ ശരിക്കും ഒരു എക്സ് ഫാക്ടറായി മാറിയത് വനിതാ വോട്ടർമാരാണ്. മമതയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് വനിതാ വോട്ടർമാരാണ്. കാരണം അവരുടെ ഒരു പ്രതിനിധിയാണ് മമതാ ബാനർജി എന്നുള്ള രീതിയിലുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ BJP ആ വോട്ട് മൊത്തം പാളയത്തിലേക്ക് എത്തിച്ചു, BJPയുടെ പാളയത്തിലേക്ക് എത്തിച്ചു എന്നുള്ള. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമം. അത് മമതാ ബാനർജി വളരെ മോശമായിട്ടാണ് കൈകാര്യം ചെയ്തത്. സന്ദേശ് കാലി ആണെങ്കിലും ഏറ്റവും ഒടുവിൽ ആർജിക്കർ വിഷയത്തിൻ്റെ സമയത്ത് ശരിക്കും ബംഗാളി ജനത ഒന്നടങ്കം ഇറങ്ങി അവർ പ്രതിഷേധത്തിന് വന്നു എന്നുള്ള, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട്. ആർജിക്കറിലെ അവരെ സ്ഥാനാർത്ഥിയായിട്ട് അവർ ജയിച്ചു. രത്ന ദേബ്നാഥ് അവർ ജയിച്ചു. അതുമാത്രമല്ല നോർത്ത് 24 പർഗനാസ് ആ മേഖലയാണ് അതിൻ്റെ ഒരു എപ്പിസെൻറ്റർ. കൊൽക്കത്തയ്ക്ക് ചുറ്റുള്ള പ്രദേശങ്ങൾ, അവിടെ വമ്പൻ മുന്നേറ്റം BJP ഉണ്ടാക്കുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാരണം മമതാ ബാനർജിയുടെ ഈ നടപടികൾ. അതായത് ഒന്ന്, വനിതകൾക്കെതിരെ ഏറ്റവും കൂടുതൽ ക്രൈം നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് ബംഗാൾ. എന്നാൽ ഇതൊന്നും കേസ് എടുക്കുന്നില്ല, ആ രീതിയിലുള്ള ലെജിസ്ലേഷൻ ഇതൊന്നും നടക്കുന്നില്ല. എന്താ പറയുക, ജുഡീഷ്യൽ അസിസ്റ്റൻസ് ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ ഒരു ഫാക്ടറായി മാറി എന്നുള്ളതാണ്. അപ്പോൾ മമതാ ബാനർജിയുടെ ഹുങ്കായിരുന്നു. മുസ്ലിം വോട്ട് കൂടെയുണ്ട്, ബംഗ്ലാദേശിൽ നിന്ന് വന്ന അനധികൃത മൈഗ്രൻസിൻ്റെ വോട്ടുണ്ട്, അത് വെച്ച് ഞാൻ ജയിക്കും, ബാക്കി ഈ പറയുന്ന ഭദ്രലോകം എനിക്കൊപ്പം നിൽക്കും, ഞാൻ കുറേ ബംഗാളി പ്രൈഡ് പറയും, ഞാൻ അവരെ പറ്റിക്കും ഇത്തവണയെന്ന് വെച്ച്. എല്ലാ തവണയും ഒരേ ഒരു നെഗറ്റീവ് വർക്കൗട്ട് ആവില്ല. ഒരു തവണയേ പറ്റുള്ളൂ. കഴിഞ്ഞ തവണ BJPക്കാർക്കെതിരെ കൊണ്ടുവന്ന നെഗറ്റീവൊക്കെ സക്സസ്ഫുള്ളായി. പക്ഷേ ഇത്തവണ BJP എന്ത് ചെയ്ത് മമതയുടെ ഒരു ഇത്തരം ഇതിലും വീണില്ല, സൈലൻ്റായിട്ട് വർക്ക് ചെയ്തു. താഴെ തട്ടിൽ അത്രയും സജീവമായുള്ള വർക്കാണ് നടന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 വർഷമായിട്ട് പറയുന്നത് കേൾക്കുന്നത്, അതായത് ഈ പോളിംഗ് ഏജൻറ്റുകളൊക്കെ കണ്ടെത്തിയത് പരീക്ഷയൊക്കെ നടത്തിയിട്ടാണ് കേട്ടോ, ഓറൽ ടെസ്റ്റൊക്കെ നടത്തിയിട്ടൊക്കെയാണ് കണ്ടെത്തിയെന്ന് പറഞ്ഞത്. ആ രീതിയിൽ മൈക്രോ മാനേജ്മെൻറ്റ് അവിടെ കൊണ്ടുവന്നു. RSS വളരെ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു, പ്രത്യേകിച്ച് ട്രൈബൽ ബെൽറ്റിൽ. പിന്നെ അതുകൂടാതെ ഈ പുരുളിയ, ബാങ്കുര ആ മേഖലയുണ്ടല്ലോ, ജംഗിൾ മഹൽ, അവിടെ RSSൻ്റെ വളരെ സജീവമായിട്ട് വീടുകൾ കയറിയുള്ള പ്രവർത്തനം ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, BJP ഇപ്പോൾ ഒരു മാസം മുമ്പ് 120 BJPയുടെ ഒരു ഇൻറ്റേർണൽ സർവേ വന്നു, ജസ്റ്റ് ഒരു മാസം മുമ്പ് 120 സീറ്റ് വരെ BJPക്ക് നിലവിലെ സാഹചര്യത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട്. അതായിരുന്നു ഏറ്റവും വലിയ പ്രതീക്ഷ. അതായത് BJP 120 സീറ്റ് നേടും, 100 ക്രോസ് ചെയ്യുന്നുള്ളൊരു ഫീലിംഗ് വന്നതോടുകൂടി ഇനി വേണ്ടത് എന്താ, ജനങ്ങളെ പോളിംഗ് ബൂത്തിലെത്തിക്കുക, ഭയമില്ലാതെ വോട്ട് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക, BJP വിജയിക്കാൻ പോകുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കുക. സ്വാഭാവികമായിട്ടും വലിയൊരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ്. ഒന്ന് ഭയം, രണ്ടാമത്തെ കാര്യം BJP ജയിക്കുമ്പോൾ, ഇനി ജയിച്ചു കഴിഞ്ഞാൽ ജയിക്കാതെ BJP പരാജയപ്പെടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അടി കിട്ടില്ലേ, ഞങ്ങളുടെ ജീവൻ പോകില്ല, ആ ഒരു സംഭവമായിരുന്നു. അതിപ്പോൾ ഓൾറെഡി 1-2 ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായി. അപ്പോൾ അത് BJP വളരെ സക്സസ്ഫുള്ളി മാനേജ് ചെയ്തു എന്നുള്ളതാണ്. അമിത്ഷാ അവിടെ നിന്ന് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്, കേന്ദ്രസേന ഇവിടെ ഉണ്ടാവും, നിങ്ങൾ ധൈര്യമായി വോട്ട് ചെയ്യും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ആരാണ് എനിക്കെതിരെ രംഗത്ത് വരിക, കാണാമല്ലോ നമുക്ക് എന്നുള്ള രീതിയിൽ അദ്ദേഹം തലയുയർത്തി അവിടെ നിന്നു എന്നുള്ള. അമിത്ഷായുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതായിരുന്നു. അതായത് ജനങ്ങൾക്ക് കോൺഫിഡൻസ് കൊടുക്കാം, BJP സർക്കാർ വരാൻ പോവുകയാണ്, അതനുസരിച്ചുള്ള പ്രവർത്തനം നടത്തി മമതയ്ക്ക് പേടിച്ചു. പിന്നെ കുറേ ടാക്ടിക്സ് ഉണ്ടായിരുന്നു. അതായത് ഭവാനിപ്പൂരിൽ സുവേന്ദുവിനെ മത്സരിപ്പിച്ചു, നന്ദിഗ്രാമിൽ സുവേന്ദു നിന്നു, ഭവാനിപ്പൂരിലും മത്സരിച്ചു. അപ്പം അതോടുകൂടി മമതയ്ക്ക് ഫുൾ ടൈം പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റിയില്ല, ലോക്ക്ഡായിപ്പോയി. നേരത്തെ ഒന്നും തോറ്റേൻ്റെ ഓർമ്മയുണ്ടല്ലോ, അത് കനത്ത വെല്ലുവിളിയാണ് നേരിട്ടുകൊണ്ടിരിക്കും ഇപ്പം. അപ്പം ആ ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അത് കൂടാതെ തന്നെ മമത വെറുതെ ഈ ഇലക്ഷൻ കമ്മീഷനായിട്ട് SIR-മായി ബന്ധപ്പെട്ടിട്ട് സുപ്രീം കോടതി അടികൂടി, കുറേ മറ്റേ ഇഷ്യൂസ് ഉണ്ടായി. അപ്പോൾ ഇതൊക്കെ മമതയുടെ എന്താ പറയുക ഒരു ഡിസ്ട്രാക്ഷനിലേക്ക് പോയി. അതായത് മമത ഇതിലങ്ങ് കോൺസെൻട്രേറ്റ് ചെയ്തപ്പോൾ BJP ഓരോ കോൺസ്റ്റിറ്റ്യുവൻസി വൈസായിട്ട് ഈ മണ്ഡലം കേന്ദ്രീകരിച്ചുള്ള മത്സരമാക്കി മാറ്റി. ആൻറ്റി ഇൻകംബൻസി അത്രയും ഹെവിയാണ്. അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ ഓരോ താഴെ തട്ടിലും നടത്തി. പിന്നെ റീജിയൻ വൈസ് BJPക്ക് പ്രത്യേകം സ്ട്രാറ്റജി ഉണ്ടായിരുന്നു. അതായത് നമുക്കറിയാം നോർത്ത് ബംഗാളിൽ BJP ജയിക്കും, കാരണം അവിടുത്തെ ഗൂർഖ കമ്മ്യൂണിറ്റി നമുക്കൊപ്പമാണ്, BJPക്കൊപ്പമാണ്, അതൊരു ഫാക്ടറാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മത്വ കമ്മ്യൂണിറ്റി, അവരുടെ ഒരു വോട്ട് വളരെ നിർണായകമായിരുന്നു. മമത മാക്സിമം ശ്രമിച്ചു. അതായത് അവരുടെ ഇടയിലും കുറച്ച് ആളുകൾക്ക് ഈ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു SIR-മായി ബന്ധപ്പെട്ട്. അപ്പോൾ അതൊരു വലിയ വിഷയമാക്കി കൊണ്ടുവരാൻ മമതാ ബാനർജി ശ്രമിച്ചു. പ്രത്യേകിച്ച് നദിയ ഡിസ്ട്രിക്റ്റ്, ആ ഒരു ബോർഡർ ഡിസ്ട്രിക്റ്റിന് ബംഗ്ലാദേശിൽ, അവിടെയൊക്കെ ഇത് നോക്കി. പക്ഷേ ഒന്നും ഏഷ്യയില്ല. മത്വ കമ്മ്യൂണിറ്റി ഏതാണ്ട് 17% വരും. ബംഗ്ലാദേശി ഒറിജിനായിട്ടുള്ള ദളിത് കമ്മ്യൂണിറ്റിയാണ് അവർ. പക്ഷേ പൂർണ്ണമായും BJPക്കൊപ്പം നിന്നു. അതുകൊണ്ട് ആ ബെൽറ്റ് മുഴുവൻ നേടാൻ സാധിച്ചു എന്നുള്ള. പിന്നെ മുസ്ലിം വോട്ടും ഒരു ചെറിയ ശതമാനമെങ്കിലും BJP ലഭിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുക. കാര്യം ഇവർക്ക് ജീവിക്കണമല്ലോ, ഈ ശല്യം എങ്ങനെയെങ്കിലും ഒഴിവായില്ല ഇവർക്ക് ജീവിക്കാൻ പറ്റും. അതായത് ബെൽദംഗ എന്ന് പറയുന്ന മുർഷിദാബാദിലെ ആ സീറ്റൊക്കെ BJP ജയിച്ചു എന്നാണ് കണ്ടത്. അപ്പം അങ്ങനെയുള്ള അവിടെയും ഒരു ചെറിയ ഒരു മാറ്റം ഉണ്ടാക്കി. ഹിന്ദു കൺസോൾട്ടേഷനും ഉണ്ട്. ആത്യന്തികമായിട്ട് ജീവിക്കണമല്ലോ, അതാണല്ലോ പ്രധാനം. വികസനമാണെങ്കിലും ഇവർക്ക് ജോലി വേണം, ഭക്ഷണം വേണം, ജീവിക്കണം. അത് ഒരു വലിയ ഘടകമാണ്. ഈ ഒരു 10-15 വർഷത്തെ ഒരു ആൻറ്റി
ഇൻകംബൻസി അതിൻ്റെ ഒരു പ്രശ്നം അത് അത് മാത്രമല്ല വലിയൊരു സംഭവം, വലിയൊരു സംഭവമാണ്. പിന്നെ പഴയ കാലമല്ലല്ലോ, ഇന്റർനെറ്റ് യുഗമാണ്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയാം. പിന്നെ അഹങ്കാരം, ഈ പറയുന്ന പോലെ ഗുണ്ടായിസം, ഈ ഗുണ്ടായിസമാണ് സത്യത്തിൽ ഈ ഒരു, അതായത് CPM-ൻ്റെ ഗുണ്ടായിസം അതേപടി ഏറ്റുപിടിച്ച് TMC CPM-ൻ്റെ ഗുണ്ടായിസം പോലെ തന്നെ TMC ഗുണ്ടായിസം നടത്തി. അതാണ് സംഭവിച്ചത്. ഇനി BJP ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു അതെ ഈ ദേശീയ താല്പര്യത്തോടു കൂടി ബംഗാളിനെ നല്ലൊരു കാര്യം 34 വർഷത്തിൽ കൂടുതൽ, എനിക്കത് 3 പതിറ്റാണ്ടിൽ കൂടുതൽ CPM ഭരിച്ചിട്ട് യാതൊരു വികസനവും എല്ലാ സൂചികളിലും പിന്നോട്ട് പോയ ഒരു സംസ്ഥാനമായിരുന്നു ബംഗാൾ. അതിൻ്റെ ഒരു മാറ്റം BJP വന്നതുകൂടി ഉണ്ടാകട്ടെ. ഉണ്ടായാൽ പിന്നെ വേറെ ആർക്കും ആ സ്ഥലത്തേക്ക് നോക്കാനുള്ള ഇത് വളരെ കുറയും, സാധ്യതയില്ലാത്ത അവസ്ഥയാണ്. പിന്നെ ദേശീയതയ്ക്ക് എന്നും ഒരു എഫക്റ്റ് ഉണ്ട്. നമ്മൾ എത്രയൊക്കെ സ്വത്വബോധം നമ്മൾ പ്രാദേശിക ഇത് കാണിച്ചാലും ദേശീയതയ്ക്ക് എപ്പോഴും അതിങ്ങനെ ഒരു അന്തർലീനമായിട്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അത് എപ്പോഴായാലും ഉയർന്നു വരും. അത് മാത്രമല്ല, അരവിന്ദോയുടെയും വിവേകാനന്ദൻ്റെയും ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെയും സുഭാഷ് ചന്ദ്രബോസിൻ്റെയും ഭഗാജതിൻ്റെയും ഒക്കെ ആ സ്ഥലത്ത് ദേശീയ വികാരമില്ലാതെ ബംഗാളി വികാരം മാത്രം ഉണ്ടാകുമെന്ന് കരുതുന്നത് തെറ്റാണ്. അവർ ക്ഷമാശീലരാണെന്നാണ് പറയാം. പക്ഷേ ക്ഷമ നശിച്ചു കഴിഞ്ഞാൽ അവർ രൗദ്ര ഭാവം എടുക്കുമെന്നാണ് പറയാം. കാളിയുടെ ഉപാസകരാണല്ലോ. അതെ. എന്തായാലും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇന്ന് ബംഗ്ലാദേശ് നമുക്കൊരു ശത്രു പക്ഷത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയൊക്കെ ഒരു ദേശീയ താല്പര്യമുള്ള ഒരു സർക്കാർ തന്നെ വേണമെന്നുള്ളത് നിർബന്ധം. അതായത് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ നേരിട്ട കാര്യങ്ങൾ, അവരെത്രത്തോളം കഷ്ടപ്പാടുകൾ അനുഭവിച്ചു, വംശഹത്യ അവിടെ നടന്നു, അതിപ്പം വീണ്ടും നടന്നുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് മുമ്പ് നടന്നു, അത് അവിടെ ഒരു വലിയ ചർച്ചയായി മാറിയിട്ട്. അതായത് മമത ഒരു 5 വർഷം കൂടെ വരികയാണെങ്കിൽ അവിടെ വരാൻ പോകുന്നത് ഇതേ ബംഗ്ലാദേശി ഹിന്ദുക്കളുടെ അവസ്ഥ വരും എന്നുള്ള ചിന്ത. അതെ, അത് ഒരു വലിയ ഒരു ഇഷ്യൂ ആയി മാറി എന്നുള്ളതാണ്. എന്തായാലും വലിയൊരു മുന്നേറ്റം നമ്മളൊക്കെ കാത്തിരുന്ന, എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് പ്രത്യേകിച്ചും ദേശീയ പക്ഷത്ത് നിൽക്കുന്നവർക്ക് ഉത്തർപ്രദേശിലെ വിജയം, ഇങ്ങനെയുള്ള പല ഹരിയാനയിലെ വിജയം, ത്രിപുരയിലെ വിജയം, ഇപ്പോൾ ബംഗാളിൻ്റെ വിജയം, ഇത് ഒരു നമ്മുടെ ഒരു സമയത്ത് കാണാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും അതൊരു വലിയ കാര്യം തന്നെയാണ്, ഒരു സംശയമില്ല. നമ്മളിപ്പോൾ ഇതിനകത്ത് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിലല്ല, പക്ഷേ ദേശീയ താല്പര്യത്തിന് വിരുദ്ധമായി നിൽക്കുന്ന, അപ്പം ഭാരതം പോലൊരു ഹിന്ദു രാഷ്ട്രം, അതിന് ഹിന്ദു താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ആൻറ്റി ഹിന്ദു നറേറ്റീവ് കൊണ്ടുവരുന്ന ഒരു സംവിധാനം ഒരു പരിധിക്കപ്പുറം എവിടെയും ഓടില്ല എന്നുള്ളതിൻ്റെ ഒരു തിരിച്ചറിവ് കൂടിയാണ് ബംഗാളിൻ്റെ വിജയം.